പുതിയ കാറ് വാങ്ങിയിരിക്കുകയാണ് ഉപ്പ. അങ്ങനെ ഉപ്പ പുതിയ കാറ് വാങ്ങിയിട്ട് മക്കളെയും അതുപോലെ തന്നെ ഭാര്യയെയും ഒക്കെ കൂട്ടിയിട്ട് ഒരു യാത്ര പോവുകയാണ്. അങ്ങനെ ഒരു പാർക്കിലെത്തിയിട്ട് അവര് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉപ്പ തിരിഞ്ഞു നോക്കുമ്പോഴുണ്ട് മകൻ കാറിൽ ഒരു കല്ല് വെച്ചുകൊണ്ട് എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ദേഷ്യം വന്നു. പുതിയ കാറാണ്. ആ കാറിൽ മോനിങ്ങനെ കേടുവരുത്തുന്നത് കണ്ടുകൊണ്ട് ഓടി വന്ന് ആ മുഴുവൻ ദേഷ്യവും മകനോട് തീർക്കുകയും മകനെ അടിക്കാൻ തുടങ്ങുകയും ചെയ്യുകയാണ്. മർമ്മത്തിൽ അടികൊണ്ടു മകൻ ബോധരഹിതനായി വീണു. ബോധരഹിതനായി വീണ മകനെയും കൊണ്ട് കാറിലിട്ടുകൊണ്ട് ആശുപത്രിയിലേക്ക് ഓടുകയാണ്. ആശുപത്രിയിലെത്തി ICUവിൽ പ്രവേശിപ്പിച്ചു. ICUവിൽ പ്രവേശിപ്പിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു ഒന്നും പറയാനായിട്ടില്ല. ദുഃഖവും സങ്കടവും ഒക്കെ സഹിക്കാൻ വയ്യാതെ ആ ഉപ്പ പുറത്തിറങ്ങി നോക്കുമ്പോ ആ കാറിൽ കണ്ണുപതിയുന്നുണ്ട്. ആ കാറിൽ മകൻ എഴുതിയ അക്ഷരങ്ങൾ ആ ഉപ്പ ഇങ്ങനെ വായിച്ചു: ഐ ലവ് പപ്പ. പപ്പ, ഞാൻ ഉപ്പയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. ആ മകന് ഉപ്പയെ വല്ലാതെ ഇഷ്ടായിരുന്നു. പക്ഷേ ആ മകനെ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയെന്നറിയില്ല. അവന്റെ ഭാഷയിൽ ആ സ്നേഹം അവർ പ്രകടിപ്പിച്ചതാണ്. പക്ഷെ ആ ഉപ്പാക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെയാണ് ചിലപ്പോഴൊക്കെ നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ സ്നേഹം ചില പ്രയാസങ്ങളായിട്ടൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അള്ളാഹു തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്: വലനുദീകന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. നിങ്ങൾക്ക് നാളെ പരലോകത്ത് വലിയ ശിക്ഷകൾ വന്നു ഭവിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ ചെറിയ ചെറിയ ശിക്ഷകൾ ചിലപ്പോ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് നൽകും. എന്തിനാ? ലഅല്ലഹും യർജിഊൻ, നിങ്ങൾ എന്റെ വഴിയിലേക്ക് മടങ്ങി വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത മാർഗത്തിലൂടെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ, അള്ളാഹു പോകരുത് എന്ന് പറഞ്ഞ വഴിയിലൂടെ ചിലപ്പോഴൊക്കെ നമ്മൾ സഞ്ചരിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹു ചിലപ്പോ നമ്മളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയായിരിക്കും. അത് അസുഖങ്ങളായിട്ട്, നഷ്ടങ്ങളായിട്ട്, പ്രതിസന്ധിയായിട്ട്, പ്രയാസമായിട്ട്, നമ്മളുടെ ജീവിതത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ചിലപ്പോ അള്ളാന്റെ സ്നേഹം വന്നേക്കാം. നമ്മളുടെ ജീവിതത്തിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അങ്ങനെ അവനെ അനുഭവിക്കുന്ന പ്രതിസന്ധികളും പ്രയാസം പോലും അള്ളാഹു അവന്റെ വഴിയിലേക്ക്, അവന്റെ ഇഷ്ടത്തിലേക്ക് നമ്മളെ തിരിച്ചു വിളിക്കുവാനുള്ള ഒരു മാർഗമായിട്ട് നൽകുന്നതായിരിക്കും എന്ന് മനസ്സിലാക്കുന്നിടത്താണ് അള്ളാഹുവിന്റെ സ്നേഹത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അള്ളാഹുവിന്റെ സ്നേഹം അല്ലെങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനുള്ള മാർഗങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുമ്പോ അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ഒരു മാനസികമായ ബന്ധത്തിലൂടെ മാത്രമല്ല, മറിച്ച് നമുക്ക് ചുറ്റും ജീവിക്കുന്ന ആളുകളിലൂടെയും അള്ളാഹുവിനെ കണ്ടുമുട്ടാം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്.